ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്നതിനിടയിൽ വിറയലും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയവരിൽ 2 പേർ 2 ദിവസത്തിനിടെ മരിച്ചു. അണുബാധ ഏറ്റതാണ് മരണകാരണമെന്ന ആരോപണവുമായി മരിച്ചവരുടെ ബന്ധുക്കൾ രംഗത്ത് വന്നു. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടി. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ 29-ന് ഡയാലിസിസ് ചെയ്ത 6 പേർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. ഇതിൽ 2 പേരാണ് 2 ദിവസങ്ങളിലായി മരിച്ചത്. ഒരാൾ ചികിത്സയിൽ തുടരുകയാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർ കായംകുളം പുതുക്കാട് വടക്കേതിൽ മജീദ്, ഹരിപ്പാട് പട്ടണത്തിലെ പച്ചക്കറി വ്യാപാരി വെട്ടുവേനി ചാക്കനാട്ട് രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ മജീദ് ഇക്കഴിഞ്ഞ 30-നാണ് മരിക്കുന്നത്. രാമചന്ദ്രൻ ബുധനാഴ്ച രാവിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചും മരണപ്പെട്ടു. ഡയാലിസിസിനിടെ അണുബാധയുണ്ടായതാണ് മരണകാരണമെന്ന് രാമചന്ദ്രന്റെ കുടുംബം ആരോപിച്ചു. ഇവിടെ ഹരിപ്പാട് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരോ നല്ലൊരു ഡോക്ടറോ ഇല്ല, ഒന്നുമില്ല. ഒരു ഇതില്ലാത്ത വീറും വൃത്തിയില്ലാതെ കിടക്കുക. ഡയാലിസിസ് റൂമിന്റെ അകത്തൊരു ചെരുപ്പിട്ടുകൊണ്ടൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾ കയറുന്നത്. അങ്ങനെയൊക്കെ ഇത്രയും കുഴപ്പം പറ്റിപ്പോയി. എത്രയോ ജനങ്ങൾ സാധാരണപ്പെട്ടവനൊന്നും പോകാൻ പറ്റാത്ത ഹോസ്പിറ്റലല്ല ഇപ്പോൾ ഹരിപ്പാട് ഹോസ്പിറ്റൽ. അത് നേരത്തെ ഒക്കെ നല്ല നല്ല ഡോക്ടർമാരിരുന്നു. ഇപ്പം മൊത്തം പഠിക്കുന്നവരെ കൊണ്ട് നിർത്തിയേക്കോ. സൂപ്രണ്ടിന് പരാതി കൊടുത്ത് ഇനിയിപ്പം അതിന്റെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുക്കുക. എന്താ നാളെ ഒരു മനുഷ്യന് ഈ ഒരു അവസ്ഥ വരരുത്. അസ്വസ്ഥത അനുഭവപ്പെട്ടവരിൽ ഒരാൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടി. രമേശ് ചെന്നിത്തലയുടെ പരാതിയിലാണ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടിയത്. അതേസമയം ഡയാലിസിസ് ഉപകരണങ്ങൾ, വെള്ളം എന്നിവ പരിശോധിച്ചുവെന്നും അവ അണുവിമുക്തമാണെന്നും വീണ്ടും വിദഗ്ധ പരിശോധന നടത്തുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ ജേക്കബ് അറിയിച്ചു. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. അമൃത ന്യൂസ്, ആലപ്പുഴ.